വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ പരിശുദ്ധമായ റംസാൻ മാസം ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുമയുടെയും പ്രതീകമായി നമ്മളിന്നിവിടെ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നൊരു വലിയ ദുഃഖത്തിലാണുള്ളത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഒരു വംശത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ അവരെ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഇഫ്താർ സംഗമത്തിന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാം. എന്നിൽ അർപ്പിച്ച കർത്തവ്യം ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയാണെന്നതാണ്. നമ്മുടെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഒരുമയാണ്. ഇതാണ് നമ്മുടെ കേരളം. ഇങ്ങനെയാണ് നമ്മുടെ കേരളം. ഇതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇതുപോലെയുള്ള ഇഫ്താർ സംഗമങ്ങളും അതുപോലെ ഓണാഘോഷ പരിപാടികളും ഒക്കെ. കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ സംസാരിക്കാൻ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട രാഷ്ട്രീയ ഇതൊരു ഔപചാരികമായ ചടങ്ങ് മാത്രം. അവിടെ ഏറ്റവും വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇഫ്താറാണ്, നോമ്പ് മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോമ്പ് മുറിക്കാനുള്ള സമയമെടുത്ത ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രസംഗത്തിനൊന്നും വലിയ ഒരു പ്രസക്തിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു സർവമത ഇഫ്താർ കാണാൻ സാധ്യമാവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെയാണ്. മതസൗഹാർദ്ദവും അതോടൊപ്പം നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധവും മാനവികതയുമൊക്കെ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത മൂല്യങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരള ജനതയുടെ പരിശുദ്ധ റമദാൻ മാസത്തിലുള്ള ഈ ഒത്തുചേരലാണ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെതായി ഇവിടെ സമ്മേളിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരായ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും ഇതിനുവേണ്ടി എല്ലാവിധ സഹകരണവും നൽകുന്ന ഇതിൻ്റെ ജീവനക്കാർ, അതുപോലെ തന്നെ മറ്റ് ബഹുജനങ്ങൾ എല്ലാവരെയും പരിശുദ്ധ റമദാനിൻ്റെ സന്ദേശം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ടുണ്ട്. കേരളത്തിലെ മാത്രം അവകാശമാണ്. യഥാർത്ഥ കേരള സ്റ്റോറിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിയും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ പുണ്യമാസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജനപ്രതിനിധികളുടെ വേദിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വിശിഷ്ടമായ ചടങ്ങാണ് നടക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ 2-3 ചിത്രങ്ങളാണ്. അതൊന്ന്, ഈ പരിശുദ്ധ റംസാൻ മാസത്തിലും ഒരു വിഭാഗത്തെ വീടോടെ നാടോടെ ഒഴിപ്പിക്കുന്ന സംവിധാനങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് അവർ താമസിക്കുന്ന ഭവനങ്ങളടക്കം പൊളിച്ചടക്കിക്കൊണ്ട് കാട്ടിപ്പായിക്കുന്ന ഒരു ചിത്രം ഉത്തരേന്ത്യ നമുക്ക് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് ഈ റംസാൻ്റെ ഭാഗത്ത് തന്നെ വലിയ തോതിൽ അതിവിശിഷ്ടമായ ഒരു ചടങ്ങാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. ഈ കേരളത്തിൽ ഇത് പഞ്ചായത്ത് സമിതി മാത്രമല്ല, വ്യത്യസ്തമായ സംഘടനകളും ക്ലബ്ബുകളും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഇഫ്താർ ഇന്ന് രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ മതനിരപേക്ഷ മൂല്യത്തിന് ഊന്നൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളാകെ നടന്നു വരികയാണ്. സ്വാഭാവികമായും നമുക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ വികാരത്തിൽ ഞാനും പങ്കുചേർന്നു, എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നോമ്പെടുത്ത് ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകൾ പുതുക്കുന്ന ആ വിഭാഗത്തിന് എല്ലാവിധ ആശംസകളും ചേർന്നു. ഈ പരിപാടിക്കെല്ലാം വിജയാശംസ നേരുന്നു. മതസൗഹാർദ്ദം വിളിച്ചോതി കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം മാതൃകയായി. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ഷമീമ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വത്സൻ കെയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK മുസ്തഫ, എടക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീധരൻ സംഘമിത്ര, ബ്ലോക്ക് മെമ്പർ ഫൗസിയ KCP, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല P, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹ്മദ് PV,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടിൻഡു സുനിൽ, എം അബ്ദുൽ അസീസ്, കെ എം ശിവദാസൻ, എം ദാമോദരൻ, കെ വി ഗോപിനാഥ്, ഇ പി ഗോപാലകൃഷ്ണൻ, രഘുനാഥ് മാസ്റ്റർ, ഒ കെ ചന്ദ്രൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി എൻ ആന്റണി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ജനേഷ് ഇ നന്ദിയും പ്രകാശിപ്പിച്ചു.